ഇപ്പൊ നല്ലോണം മൂത്തിനല്ല കുറച്ച് ദിവസം കഴിയുമ്പോ കിട്ടും. മൂത്ത് വരും കേട്ടോ. നിങ്ങൾ ഓല വലിച്ചോണ്ടെന്നില്ല ഇന്ന് കുറച്ച് ചിക്കി തരുമോ? ഞാൻ കപ്പക്ക മുറിക്കാം. ഓല ചിക്കി തരണ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി അവസാനം അടുപ്പിൽ കത്തിക്കാനും പറയണം. കപ്പക്ക പുളിക്കറിയാ അല്ല പുളിശ്ശേരിയാ? നല്ല ഓലയാണോ? ഓല ചിക്കുന്നതിന് വേണ്ടി വന്നാൽ കത്തിക്കുകയും ചെയ്യണ്ടേ? എന്റെ പൊന്നെ ഞാനൊന്ന് പറഞ്ഞിട്ടപ്പാ. മതിയില്ലേ? അപ്പൊ ഇന്നത്തെ പരിപാടി എന്നാ പറഞ്ഞ? ഇന്ന് നമ്മ ഇങ്ങോട്ട് നോക്കി പറ. ഒരു കപ്പക്ക വറുക്കുമ്പോ നല്ലോണം മൂത്തിന് അതിനെ കൊണ്ടൊരു പുളിങ്കറിയും അയില പൊരിയും ഒരു കുമ്പളത്തിന്റെ ഇല വറവാന്നാക്കുന്നേ. കുമ്പളത്തിന്റെ ഇല അച്ഛൻ പറിച്ചു കൊടുത്തതാണ്. അച്ഛൻ പറിച്ചുകൊണ്ട് തന്നെയാണ് കുമ്പളത്തിന്റെ ഇല. അപ്പൊ ഇതൊന്ന് വൃത്തി കഴുകട്ടെ. ഇന്ന് ഇങ്ങനെ കീറിയിരുന്നു ഒന്നിച്ച് പിടിക്കാൻ കിട്ടാൻ ഒതുക്കി പിടിക്കാനാ? ഇത് നാരുകളില്ലേ? വിളിച്ചോളാണല്ലേ? ഇത് പടുവെള്ളം മുറിച്ചാണല്ലേ? മത്തന്റെ ഇലയാണെങ്കിൽ നല്ലോണം മത്തന്റെ ഇതിനെക്കാളും ഭീതി ഉണ്ടാവും അല്ലേ? കുറച്ച് കട്ടിയുണ്ടാവും. അച്ഛന് ഭയങ്കര ഇഷ്ടമാണല്ലേ ഇതുപോലത്തെ ഇല? അച്ഛൻ ഇത് എവിടെ കണ്ടാലും ഇങ്ങനത്തെ ഇല പറിച്ചോണ്ട് തരും. ചേനയായാലും മഴക്കാലമായ ചേനയായാലും തീർത്ത് വരും അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഇലത്തോരനാണ്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ ചെറിയ ഉള്ളി, തേങ്ങ, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്. ഇതൊന്ന് ചതച്ചെടുക്കണം. ആദ്യം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അല്ലു ഒപ്പം ഇട്ടോ, അത്രല്ലേ ഇല്ലു? അല്ലു ഇടുന്നുണ്ട്. അല്ലു ഇട്ട് കഴിഞ്ഞാൽ ചതക്കാൻ കഴിയുക. എന്നാ കുത്തിക്കോ. അപ്പോൾ ഇത് ചതച്ചായിട്ടുണ്ട്. ഇത് ഇതിലേക്ക് മാറ്റാം. പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചതച്ചെടുക്കാം. പറങ്കിന് നല്ല സ്മെല്ല് അല്ലേ? അത് അതിന് സൈഡെല്ലാം പറ്റിയിട്ട്. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുന്നുണ്ട്. അടുത്തത് നമ്മുടെ ചതച്ച ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇനി പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി, ഒരു നുള്ളി മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞ വെച്ച എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ചട്ടി ചെറുതായി പോയാ? അയ്യോ, ചട്ടി ചെറുതായി പോയി. ബാക്കിയുടെ വെച്ച ചട്ടി ചെറുതായി കേട്ടോ. ബാക്കി നമുക്ക് വൈകുന്നേരം എടുക്കാം. ഇതിപ്പം അച്ഛനാക്കി കൊടുത്താൽ മതി. ഇനി നടത്തി വെച്ച് കൊതിക്കാം. ഇതൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഇപ്പുറം നമ്മുടെ ഇത് കപ്പക്ക പുളിശ്ശേരി അല്ലേ? കപ്പക്ക പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ കാണിച്ചിട്ടൊന്നുമില്ല.
അപ്പൊ നമ്മുടെ വറവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കോരിക്കോ. അച്ഛൻ ചോറ് കഴിക്കാനായി. പെട്ടെന്ന് അച്ഛനും കൊണ്ട് കൊടുക്കുക. അച്ഛനും അമ്മക്കും അല്ലേ. അച്ഛൻ കൃത്യം 1:30 ആകുമ്പോൾ ചോറ് കഴിക്കുവേ. കഴിക്കാൻ ഇരുന്നോന്ന് അറിയില്ല, നോക്കട്ടെ. ഓ, അച്ഛൻ ചോറ് കഴിക്കലായി. അച്ഛാ, ചോറ് കഴിക്കലായ? ഇതാ എന്നാ ഇതാ തോരൻ വറവ്. ഇതേ ഇതേ കഴിച്ചോ? വൈക അപ്പുറത്തായിട്ടും പോയിട്ടുണ്ടാവും. വൈക വിളിക്കുന്നേ. ആ, വൈകിട്ട് വിളിച്ചിരിക്കുന്നുണ്ട്. ഇത് ഇതാ അറിയുന്നു. മറ്റു കറി ആവുന്നത്ര കേട്ടാ. മാറ്റിയല്ല. അമ്മ ചോറ് കഴിച്ചാ? അമ്മ ചോറ് കഴിച്ചേ? ചോറ് കഴിക്കുന്നുണ്ട് അല്ലേ. ഇത് നോക്കറച്ചാ, എന്തുണ്ട് വറവ്? എന്തുണ്ട് നോക്കറ വറവ്? രസമുണ്ടാ? ഉണക്കലുണ്ടല്ലേ? ഉണക്ക് പിന്നെ ഉപ്പിട്ട് വാങ്ങിയ? ഉപ്പിട്ട് വാങ്ങ. ചെറുപയറ് കറി നല്ല കറി ഉണ്ടല്ലേ. ഒരു കറി എടുക്കാൻ വിട്ടുപോയിനെ. അതാ നമ്മുടെ കപ്പക്ക പുളിങ്കറി ആക്കിയിട്ടുണ്ട്. തേക്കം കൊണ്ട് കൊടുക്ക. അതെ എന്താ തിരക്കിനാടേക്ക് മറന്നുപോയാ? തേക്കം ഇരുന്ന് ചോറ് കഴിക്കാൻ തുടങ്ങി അച്ഛൻ. സ്പീഡാക്ക്, ചാറാക്ക്. അച്ഛാ, ഇതാ കപ്പക്ക പുളിങ്കറി. പുളിങ്കറി കപ്പക്ക. ആ, ദേശായി ചോദിച്ചോ? നല്ല ചോദിച്ചേട്ടാ. മതിയാ? മതിയാ? കഷ്ടമുണ്ട്. മതിയാ? മധുരമുണ്ടല്ലേ? പഴുത്ത കപ്പക്കല്ലേ, അതാണ്. വൈക നല്ല പഴുത്ത കപ്പൊക്കെ പുളിങ്കറി വേണമെനിക്ക്. എന്നാ പിടിച്ചോ. അമ്മമ്മക്ക് ദേശം കൊടുക്ക് പോയിട്ട്. അമ്മ അപ്പുറത്ത് ചോറ് കഴിക്കുന്നത്? അമ്മ അപ്പുറത്തെ റൂമിൽ നിന്ന് ചോറ് കഴിക്കുന്നു. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമ്മ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മീൻപൊരിയാണ് അല്ലേ. അപ്പോൾ ഇതിലേക്ക് കൊണ്ടുവന്ന ചേരുവകൾ: ചെറിയ ഉള്ളി, അപ്പോൾ ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചെറിയ കഷ്ണം, കറിവേപ്പില, കുറച്ച് പെരിഞ്ജീരകം. പിന്നെ നമ്മുടെ മസാലപ്പൊടികളും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ എടുക്കുക. ഇനി സാധാ, അതെയാ, മറ്റേ സാധാ മുളക് പൊടി അല്ലേ. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ്, കുറച്ച് വിനാഗിരി. അച്ചാറാക്കാൻ വാങ്ങിയതാ, കുറച്ച് മതിയാ. പുളിക്ക് മതി. അപ്പൊ ഇതൊന്ന് നല്ല പേസ്റ്റ് അടിക്കട്ടെ അല്ലേ. വെള്ളം ഒഴിക്കാണ്ട് തന്നെ അടിക്കേ. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം നല്ല വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാല ഒന്ന് പിടിപ്പിച്ച് കൊടുക്കട്ടെ. നല്ല മസാലയാണല്ലേ. അങ്ങനെ നമ്മുടെ സൂപ്പർ മസാല ഇനി പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ. നല്ല സ്മെല്ലുണ്ടാ. അപ്പോൾ ഇത് കുറച്ച് സമയം നിൽക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ അല്ലേ. ഒരു കല്ല് വെച്ചിട്ടുണ്ട്, കല്ലിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ദോശക്കല്ലല്ലേ.
അപ്പോൾ ഇതും കൂടെ ഒന്ന് റെഡി ആവട്ടെ. ഇത് ചോറ് കഴിക്കാം അല്ലേ, വിശന്ന് നിൽക്കാൻ കഴിയില്ല. നമ്മുടെ തോരൻ കുറച്ചിട്ട് മതി. ആദ്യം നമ്മുടെ കപ്പക്ക പുളിങ്കറി. ചെറിയ മധുരം ഉണ്ടായതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്. അയല പൊരി, നല്ല മസാല കേട്ടാ. ഇത് കുമ്പളൻ ചപ്പല്ലേ, മത്തൻ ചപ്പാണ് കേട്ടാ. മാറിപ്പോയതാണ്. അച്ഛനിപ്പോ അങ്ങനെ കണ്ണ് കാണുന്നില്ല. അമ്മ തിന്നാട് പറഞ്ഞ സംഭവം അമ്മ പറഞ്ഞല്ലേ മത്തനാണ്. അച്ഛന് കാഴ്ചക്ക് ചെറിയ പ്രശ്നമുണ്ട്, അതാണ്. നമുക്ക് അറിയൂല രണ്ട് പൊട്ടന്മാർക്ക്. പുളിങ്കറി പിന്നെ ചോദിക്കണ്ടായിരിക്കും. നീ വെച്ചോണ്ടാ വറവ് നോക്കട്ടെ. അത് കുമ്പളം എന്നാ പറയുന്നത്, മത്തനല്ലയാന്ന്. എന്നാ ഓരോന്നിനും ചെറുങ്ങനെ വെള്ള വരയുണ്ടായിന് ഇളക്ക്, അതായത് കഷ്ടം പറഞ്ഞിട്ടുണ്ടാവും. അച്ഛൻ കാണുന്നില്ല, അതാണ്. അമ്മ കൂട്ടിയാടും പറഞ്ഞല്ലേ, അമ്മ കൂട്ടിയാട് പറഞ്ഞു. താറ്റോട്ടെ.